ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഞായറാഴ്ച പൊതുവെ ലേറ്റായിട്ടാണ് എണീക്കാറുള്ളതെങ്കിലും ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു. അതുകൊണ്ട് തന്നെ പുറത്ത് നല്ല മൂടൽമഞ്ഞൊക്കെ കാണാൻ പറ്റി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾക്കൊരു ഇഫ്താർ പാർട്ടി ഉണ്ട് വൈകുന്നേരം. ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഇഫ്താർ പാർട്ടിയാണ് ഹനയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് മുന്നേ കിച്ചണൊക്കെ ഒന്ന് റെഡി ആക്കിയതിന് ശേഷം നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഇലക്ട്രിക് സ്റ്റവ് ഉള്ളവർക്കൊക്കെ ഈ ഒരു സാധനം നല്ല ഉപകാരപ്പെടും കേട്ടോ. ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഇതൊരു ബ്ലേഡ് പോലെ ഇരിക്കണതാണ്. ടിമോന്ന് വാങ്ങിച്ചതാണ്. സ്ക്രാച്ച് ഒന്നും ആവില്ല. അപ്പോൾ എന്തായാലും ഞാനൊന്ന് കിച്ചൺ ക്ലീൻ ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഫ്താർ ഷോപ്പിംഗ് ഒക്കെ കണ്ടിട്ട് വരാം. നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇഫ്താർ ഷോപ്പിംഗ് തലേ ദിവസം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഇതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇഫ്താർ ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ മുരിങ്ങയില കണ്ടപ്പം അതാദ്യം എടുത്തു കേട്ടോ. നമുക്ക് പിന്നെ കുറച്ച് ചപ്പാത്തി, അതുപോലെ ഇങ്ങനെ സമൂസ, സ്പ്രിംഗ് റോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതല്ലാതെ വീട്ടിലോട്ട് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇന്ത്യൻ ഷോപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അമേരിക്കയിലെ മിക്ക മലയാളികളെന്ന് മാത്രമല്ല മിക്ക ഇന്ത്യൻസും വാങ്ങിക്കുന്ന ഒരു ചപ്പാത്തി ആയിരിക്കും ഇത്. ഞങ്ങളിതുപോലെ പാർട്ടീസൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു ചപ്പാത്തിയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോഴേക്കും നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം പരിപാടി തുടങ്ങാം. ഒന്നേന്ന് തുടങ്ങണം. അതിന് മുന്നേ ഇന്നിപ്പം ഡേ ലൈറ്റ് സേവിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അതായത് നമ്മുടെ ഈ ഒരു ദിവസത്തിൽ നിന്ന് 1 മണിക്കൂർ അങ്ങോട്ട് കുറയും. അപ്പോൾ ഞാൻ ഇവിടുത്തെ ക്ലോക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു. നമ്മൾക്കിപ്പം മാങ്ങയുടെ ഒരു സംഭവം ഉണ്ടാക്കണം. പിന്നെ പനീറും കൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കണം. പിന്നെ ചെമ്മീൻ്റെ ഒരു പത്തിരി ടൈപ്പ് ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഉച്ചയ്ക്ക് നമ്മൾക്ക് പോകും വേണം കേട്ടോ. അപ്പോൾ സമയം 9 മണിയായി. വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാ പരിപാടികളും ഇച്ചിരി ലേറ്റ് ആവും. അങ്ങനെ നമുക്ക് ഫ്രോസണാണ് കിട്ടിയത്. എന്നും ഞാൻ ഫ്രഷ് വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഫ്രഷ് ഞാൻ കടയിൽ പോയി നോക്കിയപ്പോഴത്തേക്കും കടയിലില്ല. എല്ലാം പച്ച മാങ്ങയാണ്. അപ്പോൾ നമ്മൾക്ക് പഴുക്കാനുള്ള ടൈമും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിച്ചു കേട്ടോ. നമ്മൾ ചെമ്മീനിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് ഇന്നലെ തന്നെ വൈകുന്നേരം ക്ലീനൊക്കെ ചെയ്ത് റെഡിയാക്കി ചെമ്മീൻ. അപ്പോൾ ഞാൻ ഇതിനകത്ത് മസാലയൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾക്കിത് വറുത്തെടുക്കണം ആദ്യം. എല്ലാവരും ഉറങ്ങാട്ടോ. ഞാൻ അവർ എണീക്കണതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ പരിപാടി, ജാനൂട്ടി എണീക്കണതിന് മുന്നേ മെയിനായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണമെന്നാണ് വിചാരിക്കണേ. പിന്നെ ഞാൻ മറ്റേ മാങ്ങയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാഗം ഉണ്ടല്ലോ, നമ്മുടെ ചവ്വരി, അത് വെള്ളത്തിലിട്ടുണ്ട്. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. 2 ടൈപ്പ് ചവ്വരി ഉണ്ട് കേട്ടോ. ഒന്ന് കുഞ്ഞതും ഒന്ന് ഇച്ചിരി വലുതും. ആ രണ്ടും കൂടെ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഉള്ളി അരിയിലെ പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ ഇതൊരു പോട്ട്ലക്ക് ഇഫ്താർ പാർട്ടിയാണ്. പക്ഷേ ഹനയ്ക്ക് മാത്രം ഇതൊരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഈ ഒരു ദിവസത്തിൻ്റെ തലേ ദിവസം. അപ്പം ആ ഒരു ബർത്ത്ഡേക്കുള്ള കേക്ക് കട്ടിങ് സർപ്രൈസ് എനിക്ക് തരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഹനയോട് പറഞ്ഞിട്ട് വിളിച്ചിരിക്കുന്നത്. എന്നാലേ സർപ്രൈസിന് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരു ഇഫ്താർ പാർട്ടി പ്ലാൻ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഓരോരോ ഐറ്റംസൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാണ്. അപ്പോഴേക്കും അവിടെ ഏട്ടൻ വന്ന ഏട്ടൻ്റെ ചായയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് പുകയാണ് ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സവോള നമ്മുടെ പത്തിരിക്കുള്ളതും പത്തിരിയുടെ മസാലയ്ക്കുള്ളതും പിന്നെ പനീർ ഗീ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉള്ളിയും കൂടിയിട്ട് അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെക്കുകയാണ്. ഈ ചട്ടിപ്പത്തിരിയും പനീർ ഗീ റോസ്റ്റും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജമുനയോട് ചോദിച്ചിട്ടാണ് ഇപ്പം ഞാനിത് ഉണ്ടാക്കുന്നത്. നമ്മൾ പിന്നെ ചവ്വരി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പക്ഷേ ഇത് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ ആ ഗ്യാസ്, അതായത് സ്റ്റവ് ഓൺ ചെയ്തത് വേറെയായിരുന്നു, മാറിപ്പോയി. കട്ടിംഗ് ബോർഡ് അതിൻ്റെ മേലെ ഉണ്ടായിരുന്നു, ഒന്ന് കരിഞ്ഞു പോയി, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പം എനിക്ക് അങ്ങനെ വലിയ ടെൻഷനോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ കുക്ക് ചെയ്യുക എന്ന് പറയുമ്പം ഒരു എക്സാമിന് എങ്ങനെയാണ് നമ്മൾ പോകുന്നത് ആ ഒരു ഫീലാണ്. ശരിക്കും ഭയങ്കര ടെൻഷനായിട്ടാണ് ഇങ്ങനെ എല്ലാം ഉണ്ടാക്കാറ് കേട്ടോ. കാരണം നമ്മൾ മാത്രമല്ലല്ലോ കഴിക്കുന്നത്, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കഴിക്കും. അങ്ങനെ ടേസ്റ്റ് കുറവുണ്ടെങ്കിലും ജഡ്ജ് ചെയ്യുന്ന ആളുകളൊന്നും അല്ല നമ്മുടെ കൂടെ ഉള്ളത്. പക്ഷെ എന്നാലും നമ്മൾക്ക് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഭക്ഷണം കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പൊതിച്ചോറുണ്ടായിരുന്നു. അപ്പം അത് കഴിക്കുകയാണ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണമല്ലോ, എന്തായാലും വൈകുന്നേരം അവിടെ പോയിട്ട് കഴിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഏട്ടനാണ് എല്ലാം ഉള്ളിയൊക്കെ വഴറ്റിക്കൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയായിലോട്ട് പ്രോൺസ് ഇടുകയാണ്. നമ്മളിപ്പോൾ ചട്ടിപ്പത്തിരിക്കുള്ള മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ ഉണ്ടാക്കണം പനീർ ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ഇതെല്ലാം വഴണ്ട് കഴിഞ്ഞു. പക്ഷെ എല്ലാം കൂടെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇതേ സമയം 11:57 ആയിട്ടുണ്ട്. ഞാനെല്ലാം ഒന്ന് ചടവടയെന്നൊന്ന് ചെയ്ത് തീർക്കട്ടെ. നമ്മൾ കുറച്ച് മുളക് ഇടുക. ഇത് മറ്റേ പനീർ റോസ്റ്റിന് വേണ്ടിയിട്ടാണ്. കാശ്മീരി മുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ മല്ലി ഒരു 2 ടേബിൾ സ്പൂൺ. മല്ലി ഒരു 1.5 ടേബിൾ സ്പൂൺ മതിയാവും. എനിക്ക് ഒരു മല്ലിയുടെ ഫ്ലേവർ കുറച്ച് മുന്നിൽ നിന്ന പോലെ തോന്നി. അതുകൊണ്ട് അങ്ങനെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇടാം. ഇല്ലെന്ന് വെച്ചാൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മതി. പിന്നെ ജീരകം ഒരു ടീസ്പൂൺ. ഞാൻ ഇത് അടുപ്പിൽ നിന്ന് മാറ്റട്ടെ. അടുപ്പിൽ എല്ലാം കൂടെ ഇട്ടതിന് ശേഷം റോസ്റ്റ് ചെയ്യാം. ജീരകം ഒരു ടേബിൾ സ്പൂൺ കേട്ടോ. സെയിം മല്ലി ഇട്ടതിൻ്റെ പകുതി. പിന്നെ നമുക്ക് പെരിഞ്ചീരകം ഒരു 1.5 ടേബിൾ സ്പൂൺ ഇടാം. കുരുമുളകും
1.5 ടേബിൾ സ്പൂണോളം ഇടാൻ വേണമെങ്കിൽ എരിവിനനുസരിച്ചിട്ട്. ഞാൻ 1 ടേബിൾ സ്പൂണേ ഇടണുള്ളൂ. ഇതിനുള്ള ഉലുവയും കൂടെ ഇടുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളിയും കൂടിയിട്ട് ഇടാം. വെളുത്തുള്ളി ഒരു ഹോൾ വെളുത്തുള്ളിയുടെ ബൾബ് ഉണ്ടല്ലോ, അത് ഇട്ടാൽ മതി. ഡ്രൈ റോസ്റ്റ് ചെയ്യാം ഞാൻ, പക്ഷേ കുറച്ച് നെയ്യ് ഇട്ടിട്ടൊന്ന് ആക്കി നോക്കാം എന്ന് വിചാരിക്കുകയാണ്. കാരണം വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാഴേണ്ടതിന് ശേഷം അരയ്ക്കണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പം ഒരു കൈ കൊണ്ടാക്കണോണ്ടാണ് ഈ പാത്രം കിടന്ന് കറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ആ പാത്രത്തിൽ പിടിക്കാത്തതുകൊണ്ട് ഞാനിനി അരച്ചതിന് ശേഷം കാണിക്കാം. ഞാൻ പൊടി ഇടുമ്പം ഞാൻ അതും കൂടെ എടുക്കാം. റെസിപ്പിയായിട്ട് എടുക്കുന്നതല്ല, ഞാൻ ഈ വ്ളോഗിൻ്റെ കൂടെ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ആർക്കെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഞാനിത് കുറച്ച് പുളി ഇടണുള്ളൂ. എനിക്കറിയില്ല, പൊടി പനീറിൽ ഞാൻ ഇട്ടിട്ട് ഫസ്റ്റ് ടൈം ചെയ്യാണ് എങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് പുളി കുറച്ചിട്ടു. ഇനി ശർക്കരയും കൂടെ ഇടണം. പനീർ ഗീ റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴേ എപ്പോഴാണ് ശർക്കര ഇടേണ്ടത്? ശർക്കര ചേർക്കുന്നത് മസാലയുടെ എരിവും പുളിയും ഒന്ന്. അയ്യോ, എന്തിനാണെന്നല്ല ചോദിച്ചത്, എപ്പോഴാ ഇടേണ്ടത്? ഞാൻ തെറ്റിദ്ധരിച്ചു. ശർക്കര ചേർക്കേണ്ടത് മസാല നന്നായി വഴറ്റി അതിൽ നിന്ന് നെയ്യ് തെളിഞ്ഞു വരുമ്പോഴാണ്. ഓക്കെ, ശരി, മനസ്സിലായി. താങ്ക് യു. സമയമില്ലാത്തതുകൊണ്ടാണ്. ബൈ. എന്നോട് ചോദിക്കുന്നതൊന്നും ചില സമയത്ത് പറയണത് വേറൊന്നായിരിക്കും. മസാല ഇട്ടിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച വിഷയമാണല്ലോ ഇത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് അങ്ങനെ റോസ്റ്റാക്കി ജമനായി പറയണ പോലെ എണ്ണ തെളിയിട്ടെ. എന്നിട്ട് നമുക്ക് ശർക്കരയും പനീറും ഒക്കെ ഇടാം. ഇനി അരിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ മറ്റേ പേൾസ് ഇത് കണ്ടോ, കുഞ്ഞു പേൾസ് എല്ലാം നല്ല രസമുണ്ട്. ഇനി ഇത് നമ്മൾക്ക് എല്ലാം കൂടെ മാംഗോ ജ്യൂസിലേക്ക് ഇടണം. അപ്പം നമ്മളിനി പൊടി കലക്കാൻ പോവാണ് പത്തിരിക്കുള്ളത്. പത്തിരി മീൻസ് മറ്റേ ചട്ടിപ്പത്തിരി കേട്ടോ. മുട്ട ഇട്ടിട്ടുണ്ട്, ഇതിനകത്ത് ഉപ്പും ഇട്ടു. പിന്നെ ഇവിടെ വേറെ മുട്ട നമ്മൾക്ക് ബീറ്റ് ചെയ്ത് മുക്കാനുള്ള മുട്ടയാണ്, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പത്തിരി ഇങ്ങനെ മുക്കിയെടുക്കാനുള്ളത്. ഇത്തവണ നമ്മൾ പനീർ കട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ട്രയാങ്കിൾ ആയിട്ടോ. ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പം ആരും കഴിക്കണതിൻ്റെ ഇടയിൽ ഇതൊന്നും നോക്കില്ല. എന്നാലും നമുക്ക് നോക്കാം, ആരെങ്കിലും അത് ഐഡൻറ്റിഫൈ ചെയ്തോന്ന്. സാധാരണ ക്യൂബ്സ് ആയിട്ടല്ലേ നമ്മൾ പനീർ കട്ട് ചെയ്യുക. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ കഷ്ടപ്പെട്ട് ട്രയാങ്കിൾ ആക്കിയിട്ടുണ്ട്. നോക്കാം, കഷ്ടപ്പാടൊന്നുമില്ല കേട്ടോ, എളുപ്പം തന്നെയാണ്. ഇനി ഇത് നമുക്ക് നെയ്യിൽ വറുത്തെടുക്കണം കേട്ടോ. ഇത് ഫുൾ ഗീ റോസ്റ്റാണ്. ഇന്ന് ഗീ കൊണ്ടൊരു കളിയായിരിക്കും മൊത്തം. അപ്പോൾ നമുക്കിനി ഇത് വറുത്തെടുക്കാം. വറുത്ത പാത്രത്തിൽ തന്നെ കുറച്ച് ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് പനീർ വറുത്തെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മാംഗോ സാഗോ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടതുകൊണ്ട് ഇതിൽ ഷെയർ ചെയ്യാത്ത. പിന്നെ ഇപ്പോൾ വറുത്ത പനീറൊക്കെ നമ്മുടെ ആ ഒരു പനീർ ഗ്രേവിയിലോട്ട് കൂട്ടാം. പനീർ ഗീ റോസ്റ്റ് റെഡിയായി. ഇനി ചട്ടിപ്പത്തിരിയും കൂടെ ഉണ്ടാക്കാനുള്ളൂ. ചട്ടിപ്പത്തിരിയുടെ ദോശ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് ഇച്ചിരി ഒരു പണിയുള്ള കാര്യമായിരുന്നു. ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കണമല്ലോ. അത് 2 സൈഡ് മറിച്ചിടണം കേട്ടോ. നമ്മളപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി. ഇനി മുട്ടൻ്റെ ഈ സാധനം കൂടെ ഉണ്ട്, മുട്ടയും പാലും കൂടെ ബീറ്റ് ചെയ്ത് വെച്ചത്. ഇനി ഇതിനകത്ത് നിന്ന് എടുത്ത് നമ്മൾ ഓരോന്ന് അതിനകത്ത് മുക്കിയിട്ട് പ്രോൺസിൻ്റെ ഈ ഒരു ഇതും കൂടെ ആയിട്ട് ലെയർ ചെയ്യുക ചെയ്യേണ്ടത്. ദോശ ഉണ്ടാക്കി കഴിഞ്ഞതോടെ കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ഇത് വീണ്ടും ഇങ്ങനെയും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എത്ര ദോശ ഉണ്ടാക്കണോ അത്രയും തന്നെ നമ്മൾ ഇതെല്ലാം മുക്കണം. എന്നിട്ട് ഇങ്ങനെ ലെയർ ചെയ്യുക, മസാലയൊക്കെ ഇട്ടിട്ട്. നമ്മുടെ ഇപ്പോൾ ഏകദേശം ഇത് കഴിഞ്ഞു. കിച്ചൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇപ്പം ഇനി എല്ലാം വന്നിട്ട് ചെയ്യാനുള്ളതാണ്. ഇതിപ്പോൾ അവനിൽ വെച്ചിട്ടുണ്ട്. ഇത് നോക്കാം, 20 മിനിറ്റ്സ്. ഇനി ടൈമർ സെറ്റ് ചെയ്തില്ലല്ലോ. ടൈമർ സെറ്റ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകും. അങ്ങനെ പത്തിരി ബേക്ക് ചെയ്തു. ഇനി തവയിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്, 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. എല്ലാം സെറ്റായി. ഇനിയിപ്പം അവിടെ എത്തിയിട്ട് കാണാം. എന്തായാലും ഒരു 1 hour ഏകദേശം ട്രാവൽ ഉണ്ട്. പിന്നെ ഇന്ന് നല്ല ക്ലൈമറ്റ് കേട്ടോ. ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല രസമുണ്ട്. ഔട്ട്സൈഡൊക്കെ പോയിട്ട് ഇന്ന് കളിക്കായിരുന്നു. ഞാനിന്ന് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കായതുകൊണ്ടേ തൊട്ടേ വന്നില്ല. അപ്പം ക്ലൈമറ്റ് ഒന്നും അറിയാൻ പറ്റില്ല. അവിടെ പോയി ഇഫ്താർ ടേബിളൊക്കെ റെഡിയാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ സർപ്രൈസ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാം. എക്സ്പ്രഷൻ ഇവിടെ വേണം. പത്തല திரும்ப போயிட்டு வந்து எக்ஸ்பிரஷன் செய்யாம
ഞങ്ങളിവിടെ വന്ന് ടേബിളൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോഴത്തേക്കും തന്നെ ഹന വന്നു. ബാക്കിയുള്ള ഫ്രണ്ട്സൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, അതിന് മുന്നേ എത്തിയിട്ടോ ഹന. പിന്നെ ഞങ്ങൾ ഉള്ളത് വെച്ച് സർപ്രൈസ് കൊടുത്തു. ഇനി ബാക്കിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഹനയുടെ ഹസ്ബൻഡ് കൂടെ വരാനുണ്ട്. അപ്പോൾ ആ ഒരു നോമ്പ് തുറക്കുന്ന ടൈം ആകുമ്പോഴേ വരുള്ളൂ. അപ്പോഴത്തേക്കും ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത്തവണ ഫ്രൂട്ട് കൊണ്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ധന്യ ഇങ്ങനെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ബാക്കി ഫ്രൂട്ട്സൊക്കെ പ്ലേറ്റിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പിന് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള ഡേറ്റ്സും ലെമൺ ജ്യൂസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ടേബിളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. ഇന്ന് സമയം മാറിയത് കൊണ്ട് തന്നെ സൺസെറ്റ് കുറച്ച് ലേറ്റായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന ടൈമും കുറച്ച് ലേറ്റ് ആവുമല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം ഇങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇഫ്താർ മെനുവിൽ ഡ്രിങ്ക്സ് ആയിട്ട് മാംഗോ സാഗോ, അതുപോലെ റോസ് മിൽക്ക്, പിന്നെ തരിക്കഞ്ഞി, ലെമൺ ജ്യൂസ് ഇത്രയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും അവർക്ക് പറ്റുന്ന ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. പിന്നെ ബാക്കി സെറ്റപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹനയുടെ ഹസ്ബൻഡും വന്നു. പിന്നെ ബാക്കി ഐറ്റംസും കൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്നാക്സ് ആയിട്ടുള്ളതെന്ന്. അപ്പോഴേക്കും ചട്ടിപ്പത്തിരി ഇവിടെ കട്ട് ചെയ്യാണ് അവരെല്ലാവരും കൂടെ. ഞാൻ ആ ഷേപ്പ് മാറിപ്പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടം വരെ എത്തേണ്ടതല്ലേ, അപ്പോഴത്തേക്കും പത്തിരിയുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വെളിയിൽ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം പത്തിരിയൊക്കെ കട്ട് ചെയ്ത്. പിന്നെ നമ്മൾക്ക് അടുത്ത ഐറ്റം ഉണ്ടായിരുന്നത് സമൂസ ഉണ്ടായിരുന്നു, അതുപോലെ ചിക്കൻ പഫ്സ് ഉണ്ടായിരുന്നു, വെജ് പഫ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഉണ്ണിയപ്പം സ്റ്റൈലിലൊരു ഉണ്ണിമധുരം, പിന്നെ എലാഞ്ചി ഉണ്ടായിരുന്നു, സ്പ്രിംഗ് റോൾ ഉണ്ടായിരുന്നു, അതുപോലെ പരിപ്പ് വട ഉണ്ടായിരുന്നു, പിന്നെ ഉന്നക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞ് ഇനിയിപ്പം എല്ലാവരും സ്നാക്സൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അതിന് ശേഷമാണ് ഇനിയിപ്പം മെയിൻ കോഴ്സ് ഉള്ളത്. സ്നാക്സ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാവരുടെയും വയറ് ഫുള്ളാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ആദ്യം സ്നാക്സ് കഴിച്ച് പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടതിന് ശേഷം മെയിൻ കോഴ്സ് എടുക്കുക എന്നുള്ളതായിരുന്നു. സ്നാക്സൊക്കെ കഴിച്ചിരിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടെ വേറൊരു സർപ്രൈസ്, ഒരു സർപ്രൈസിനകത്ത് വേറൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യണത് ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ഒരു പരിപാടി നടത്തിയത്. സത്യം പറഞ്ഞാൽ അവരെനിക്ക് വേണ്ടിയിട്ട് സർപ്രൈസായിട്ട് ആ ഒരു കേക്ക് ശരിക്കും കൊണ്ടുവരാണ് ചെയ്തത്. ഞാനൊന്ന് ഞെട്ടി, ഇത് എനിക്കുള്ളത് തന്നെയാണോ അതോ ഇനി ഇവിടെ 8-ാം തീയതി വേറെ ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേ ഉണ്ടോ എന്നും കൂടിയിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ സലീം കുമാറിൻ്റെ ഡയലോഗ് പോലെ എനിക്ക് വെട്ടായതാണോ അതോ നാട്ടുകാർക്കൊക്കെ വെട്ടായതാണോ എന്നുള്ള രീതിയിലുള്ള എക്സ്പ്രഷൻ ആയിരുന്നു എൻ്റെ. അപ്പോൾ ഈ ഒരു സർപ്രൈസ് എനിക്ക് മാത്രമല്ല കേട്ടോ, ശരിക്കും ഏട്ടനും ആ ഒരു ഷോക്കായിരുന്നു. ഏട്ടനും അറിയില്ലായിരുന്നല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ ആ ഒരു ഷോക്കിലും തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ മെയിൻ കോഴ്സിലോട്ട് കടന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ കോഴ്സിൽ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, അതുപോലെ ഗീ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ പനീറിൻ്റെ കറി, ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട നമ്മൾ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയതാണ്, ഫ്രോസൺ പൊറോട്ടയാണ്, പിന്നെ ചപ്പാത്തി, അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക മാത്രമാണ് ചെയ്തത്. നമ്മൾക്ക് പിന്നെ ഡെസേർട്ടായിട്ട് ഫ്രൂട്ട് സാലഡ് ഉണ്ടായിരുന്നു, അതേപോലെ ബ്രെഡ് പുഡിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നത്. എല്ലാ ഐറ്റംസും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെ അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാത്തിൻ്റെയും. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവശരായി, അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നതും ഈ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള
വിശേഷങ്ങളൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ലൈഫ് എന്ന് പറയണത്. എല്ലാപ്പോഴും ഒരുപോലെയൊന്നും ഇരിക്കില്ല, വല്ലപ്പോഴൊക്കെ ആയിരിക്കും ഇങ്ങനെ പാർട്ടിയൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ പാർട്ടിക്കൊക്കെ ഒത്തുകൂടാന്ന് പറയണത് ഇവിടെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. 1 മണിക്കൂർ യാത്രയുണ്ട് വീണ്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇവിടെ വരെ ക്ഷമയോടെ കണ്ടതിൽ. ബൈ.